ദുബായിൽ പാർക്കിംഗ് നിയമലംഘനങ്ങൾ കുത്തനെ വർദ്ധിച്ചതായി റിപ്പോർട്ട്. 16% നിയമലംഘനങ്ങൾ കൂടിയതായി പാർക്കിംഗ് കമ്പനി അറിയിച്ചു. 2025 രണ്ടാം പാദം പരിശോധിക്കുമ്പോൾ 6.6 ലക്ഷം നിയമലംഘനങ്ങൾ നടന്നതായാണ് കണ്ടെത്തൽ. കഴിഞ്ഞ വർഷത്തെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 16% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കണക്ക്. സ്മാർട്ട് ഇൻസ്പെക്ഷൻ വാഹനങ്ങളാണ് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ നിരത്തിലുള്ളതെന്നും പാർക്കിംഗ് കമ്പനി അറിയിച്ചു. നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ സഞ്ചരിച്ച് നിയമലംഘനം നടത്തുന്ന വാഹനങ്ങളെ കൈയോടെ കണ്ടെത്തുകയാണ് സ്മാർട്ട് ഇൻസ്പെക്ഷൻ വാഹനങ്ങൾ ചെയ്യുന്നത്. പ്രധാനമായും പാർക്കിംഗ് ഫീസ് അടയ്ക്കാത്തതും ടിക്കറ്റ് പുതുക്കാത്തതുമാണ് പൊതുവായി കണ്ടെത്തുന്ന നിയമലംഘനമെന്ന് പാർക്കിംഗ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മുഹമ്മദ് അബ്ദുള്ള അൽ അലി പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2025 ആദ്യ പകുതിയിൽ മാത്രം സ്മാർട്ട് ഇൻസ്പെക്ഷൻ വാഹനങ്ങളുടെ സഹായത്തോടെ 1.3 കോടി സ്കാനിംഗ് പരിശോധനകൾ നടന്നതായും മുഹമ്മദ് അബ്ദുള്ള അൽ അലി കൂട്ടിച്ചേർത്തു. അനാവശ്യമായി പിഴ വിധിക്കുന്ന സാഹചര്യമുണ്ടായാൽ പരാതിപ്പെടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും സ്മാർട്ട് പാർക്കിംഗ് സംവിധാനമടക്കം വ്യാപകമാക്കിയ സാഹചര്യത്തിൽ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഖാസയിലേക്ക് കൂടുതൽ സഹായം എത്തിച്ച UAE ദുരിതം അനുഭവിക്കുന്ന പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്ന ദൗത്യത്തിന്റെ ഭാഗമായി കൂടുതൽ വാഹനങ്ങൾ ഗാസയിലെത്തി. ഭക്ഷ്യവസ്തുക്കൾ, വൈദ്യുതോപകരണങ്ങൾ, അഭയകേന്ദ്രത്തിനും ശുദ്ധജലത്തിനുമുള്ള സാധനങ്ങളടക്കം 76 ട്രക്കുകളിലായാണ് UAE സഹായം എത്തിച്ചത്. 1429 ടണ്ണിലധികം സാധനങ്ങൾ എത്തിച്ചെന്നാണ് റിപ്പോർട്ട്. UAE നടപ്പാക്കുന്ന മാനുഷിക സഹായ ദൗത്യത്തിന്റെ ഭാഗമായാണ് നടപടി. ഗാസയിൽ പട്ടിണിയിലും ദുരിതത്തിലും കഴിയുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാവുകയെന്നതാണ് UAEയുടെ ലക്ഷ്യം. ഭക്ഷണവും അവശ്യവസ്തുക്കളും അടക്കം കൃത്യമായി UAE ഖാസയിലെത്തിക്കുന്നുണ്ട്. ദുർബല വിഭാഗങ്ങളുടെ ദുരിതം കുറയ്ക്കുന്നതിനും UAE വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂൾ സമയത്തിൽ മാറ്റമുണ്ടാകില്ലെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. സ്കൂൾ സമയം മാറുമെന്ന സോഷ്യൽ മീഡിയ പ്രചാരണം മന്ത്രാലയം തള്ളിക്കളഞ്ഞു. 2025-2026 അധ്യയന വർഷത്തിൽ സ്കൂളുകൾക്കുള്ള പ്രവർത്തന സമയങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. എല്ലാ ഗ്രേഡുകളിലെയും പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾക്കും നിലവിലുള്ള സമയക്രമം തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ മാസം 25-ന് സ്കൂൾ തുറക്കാനിരിക്കെ സമയക്രമത്തിൽ മാറ്റമുണ്ടെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിലാണ് UAE വിദ്യാഭ്യാസ മന്ത്രാലയം വിഷയത്തിൽ വ്യക്തത വരുത്തിയത്. ആധികാരികമായ വിവരങ്ങൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഹാൻഡിലുകൾ അറിയിപ്പുകൾ ഉണ്ടാകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. NTV UAE to the world.